അബുദാബിയിലെ സാംസ്കാരിക രംഗത്തെ മറ്റൊരു തേജോൽപ്പത്തി പോലെ ഉദിച്ച ഒരു കലാ സാംസ്കാരിക സംഘടന നൊസ്റ്റാൾജിയ. മാർച്ച് 29 ജന്മദിനം. ഇന്ത്യൻ എംബസിയിലെ കൾച്ചറൽ വിംഗ് സെക്രട്ടറി ശ്രീമതി അനൂജ ചക്രവർത്തിയുടെ ആശീർവാദത്തിൽ അബുദാബിയിലെ പ്രമുഖ ഇന്ത്യൻ സംഘടനകളുടെയും പത്രമാധ്യമങ്ങളുടെയും പ്രതിനിധികളുടെ ആശംസകൾ ഏറ്റുവാങ്ങി ജൈത്രയാത്രയ്ക്ക് തുടക്കമിട്ടു നൊസ്റ്റാൾജിയ. നാട്ടിലും UAE-യിലുമുള്ള പ്രശസ്തരായ കലാകാരന്മാരെയും നൊസ്റ്റാൾജിയ അംഗങ്ങളെയും പങ്കെടുപ്പിച്ച് നൊസ്റ്റാൾജിയ അബുദാബിയിൽ ഉടനീളം തുടർച്ചയായി സംഘടിപ്പിച്ച സ്റ്റേജ് ഷോകൾ ആയിരങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. ISC-യിൽ നടത്തിയ നൊസ്റ്റാൾജിയ നൈറ്റ് 2013. അബുദാബി സുഡാനി ക്ലബിൽ വെച്ച് നടത്തിയ നൊസ്റ്റാൾജിയ നൈറ്റ് 2014. അബുദാബി മലയാളി സമാജത്തിൽ വെച്ച് നടത്തിയ ഓണം നിലാവ് സീസൺ 1. ഇന്ത്യൻ ഇസ്ലാമിക് സെന്ററിൽ വെച്ച് നടത്തിയ നൊസ്റ്റാൾജിയ നൈറ്റ് 2015. അബുദാബി മലയാളി സമാജത്തിൽ വെച്ച് നടത്തിയ ഓണം നിലാവ് സീസൺ 2 തുടങ്ങിയ പരിപാടികൾ അബുദാബിയിലെ കലാസ്നേഹികൾക്ക് വേറിട്ട ഒരു അനുഭവമായി മാറി. UAE-യുടെ ചരിത്രത്തിൽ തന്നെ മത്സരാർത്ഥികളെയും ജനബാഹുല്യത്തെയും കൊണ്ട് വൻ വിജയങ്ങളായി മാറിയ ചിത്രരചന മത്സരങ്ങൾ നൊസ്റ്റാൾജിയയ്ക്ക് മാത്രം സ്വന്തം. 2015 റിഫ്ലക്ഷൻസ് എന്ന പേരിൽ നടത്തിയ സീസൺ 1, 2017 നടത്തിയ സീസൺ 2 UAE ഓപ്പൺ ചിത്രരചന, പെയിന്റിംഗ്, കാലിഗ്രാഫി, കൈയെഴുത്ത് മത്സരങ്ങൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. കഴിഞ്ഞ 3 വർഷമായി വിജയകരമായി നടത്തപ്പെടുന്ന സർഗഭാവന ഓൺലൈൻ കഥ, കവിതാ മത്സരങ്ങൾ UAE-യിലെ നിരവധി പ്രവാസി എഴുത്തുകാർക്ക് അവരുടെ കൃതികളിലൂടെ അംഗീകാരം നേടിയെടുക്കുവാനും പ്രശസ്തരാകുവാനും കഴിഞ്ഞു. UAE-യിലെ പ്രശസ്തരും പ്രഗത്ഭരുമായ നൃത്ത, സംഗീത, നടനകലയിലെ ഗുരുക്കന്മാർ നൊസ്റ്റാൾജിയ കുടുംബത്തിലെ കുരുന്ന് പ്രതിഭകളുടെ സർഗവാസന തൊട്ടറിഞ്ഞ് പരിശീലിപ്പിക്കാൻ 2014 ടാലന്റ് പൾസേഷൻ സീസൺ 1, 2016 ടാലന്റ് പൾസേഷൻ സീസൺ 2 എന്നിവ വിജയകരമായി നടത്തുകയുണ്ടായി. ലേബർ ക്യാമ്പുകളിലെ തൊഴിലാളികളെയും അബുദാബിയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെയും ഇതര സംഘടനാ പ്രതിനിധികളെയും പങ്കെടുപ്പിച്ച് തുടർച്ചയായി ഇഫ്താറുകൾ നടത്തി നൊസ്റ്റാൾജിയ വ്യത്യസ്തമായി. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് തിരിച്ചുപോയ നൊസ്റ്റാൾജിയയുടെ ആദ്യകാല രക്ഷാധികാരിയായ ശ്രീ ഗോപാലകൃഷ്ണനും മുൻ പ്രസിഡന്റ് ശ്രീ വർക്കല ദേവകുമാറിനും സ്നേഹവന്ദനമർപ്പിച്ചു യാത്രയയപ്പ് നൽകി. അബുദാബി മലയാളി സമാജത്തിന്റെ കോർഡിനേഷൻ കമ്മിറ്റിയിലെ പ്രമുഖ സംഘടനയായി വളർന്ന നൊസ്റ്റാൾജിയ സമാജത്തിന്റെ ഭരണസമിതികളിലും പങ്കാളികളായി. 2014 സമാജം സാഹിത്യ വിഭാഗം സെക്രട്ടറിയായി ശ്രീ അനിൽകുമാർ, 2015-16 വർഷങ്ങളിൽ ഓഡിറ്ററായി ശ്രീ നിസാമുദ്ദീനും സാഹിത്യ വിഭാഗം സെക്രട്ടറിയായി ശ്രീ സിർജാൻ, 2017 സമാജം സ്പോർട്സ് വിഭാഗം സെക്രട്ടറിയായി ശ്രീ സജീം സുബൈർ, സാഹിത്യ വിഭാഗം സെക്രട്ടറിയായി ശ്രീ ഷുഹൈബ് പള്ളിക്കൽ, ഇവന്റ് കോർഡിനേറ്ററായി ശ്രീ സിർജാൻ, വനിതാ വിഭാഗം ജനറൽ കൺവീനറായി ശ്രീമതി മഞ്ജു സുധീർ എന്നിവരെ തെരഞ്ഞെടുത്തു. ഗൃഹാതുരത്വം പേറി പ്രവാസ ജീവിതം നയിക്കുന്ന മലയാളികൾക്ക് തികച്ചും തനി നാടൻ വിഭവങ്ങളുടെ കലവറ ഒരുക്കി അബുദാബി മലയാളി സമാജത്തിന്റെ കേരളോത്സവ വേദികളിൽ നൊസ്റ്റാൾജിയ ജനശ്രദ്ധ നേടുകയും മീഡിയകളുടെ ശ്രദ്ധാകേന്ദ്രമായി മാറുകയും ചെയ്തു.
300ഓളം നൊസ്റ്റാൾജിയ കുടുംബങ്ങളെ പങ്കെടുപ്പിച്ച് എല്ലാ വർഷങ്ങളിലും ഫാമിലി ഗെറ്റ് ടുഗദറുകൾ വിജയകരമായി സംഘടിപ്പിക്കുകയും അതിലൂടെ നൊസ്റ്റാൾജിയ കുടുംബ അംഗങ്ങൾ തമ്മിലുള്ള സൗഹൃദ ബന്ധങ്ങൾക്ക് ബലമേകുവാനും കഴിഞ്ഞു. 2016 ബക്രീദ് ദിനങ്ങളിൽ നൊസ്റ്റാൾജിയ കുടുംബാംഗങ്ങൾ മരുഭൂമിയിലെ കേരളമായ ഒമാനിലെ സലാല സന്ദർശിക്കുകയും നാട്ടിലെ സമാനമായുള്ള വിവിധ തരം പച്ചക്കറി കൃഷിയും കൃഷിരീതികളും നൊസ്റ്റാൾജിയ കുടുംബത്തിലെ പുതുതലമുറയിലുള്ള കുട്ടികൾക്ക് പരിചയപ്പെടുത്തി ആ ദിനങ്ങൾ അവിസ്മരണീയമാക്കി. വർക്കല എസ് എൻ കോളേജിലെ മിടുക്കികളും എന്നാൽ നിർധനരുമായ സഹോദരിമാരായ 2 പെൺകുട്ടികൾക്ക് 8 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സ്നേഹഭവനത്തിന്റെ ഗൃഹപ്രവേശം പ്രാദേശിക ജനപ്രതിനിധികളുടെയും കോളേജ് അധികാരികളുടെയും വർക്കല MLA ശ്രീ വി ജോയിയുടെയും ജിയോകോം മിഡിൽ ഈസ്റ്റ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ പ്രദീപിന്റെയും സാന്നിധ്യത്തിൽ നടത്തപ്പെട്ടു. ഈ മഹത് സംരംഭത്തിന് നൊസ്റ്റാൾജിയയുമായി സഹകരിച്ച പ്രവാസി ഭാരതി റേഡിയോ ചെയർമാൻ ശ്രീ നൌഷാദ് അബ്ദുൽ റഹ്മാനും ജിയോകോം ഡയറക്ടർ ശ്രീ പ്രദീപിനും ഇതിൽ സഹായിച്ച ബാക്കി എല്ലാവർക്കും ടീം നൊസ്റ്റാൾജിയയുടെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ 2 ലക്ഷം രൂപ നൽകി ഒരു നിർധന യുവതിയുടെ വിവാഹത്തിന് സഹായം നൽകുകയും ചെറുതും വലുതുമായി നാട്ടിലും UAE-യിലും മറ്റും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്ത് നൊസ്റ്റാൾജിയ സജീവ സാന്നിധ്യമായി.